അസ്സലാമലൈക്കും. നിങ്ങൾ വിചാരിക്കണം എന്താ ഇപ്പോൾ രാഗി മുളപ്പിച്ചൊക്കെ ഇങ്ങനെ കാണിക്കണം അല്ലേ? എനിക്ക് ചെറിയൊരു ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ബിസിനസ് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെല്ലാവരും വാങ്ങിക്കുക. അത് ശരിക്കും നമ്മൾ വീട്ടിൽ നന്നായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. എനിക്കിത് പിന്നെ രാഗിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, ഇത് നമ്മൾ മുളപ്പിച്ചിട്ട് പൊടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ പിന്നെ മുളപ്പിച്ചെടുത്തതാണത്. ഇനി ഇത് ഒന്നും കൂടി മുള വരാണ്ട് കേട്ടോ. ഇനി ഒരുപാട് രാഗി മുളച്ച് വരാണ്ട്, അപ്പോൾ ഒരു ദിവസം കൂടി കിടക്കണം. അങ്ങനെ 2 ദിവസം അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ മുള വരുള്ളൂ. ഇത് പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് ഉണക്കണി കുറച്ച് പണിയാണ്. എന്താ വെച്ചാൽ കാലാവസ്ഥ ഇവിടെ ശരിയില്ലല്ലോ. ഇന്ന് മഴയും നാളെ വെയില. അപ്പോൾ നമ്മളിത് പിന്നെ ഒന്നും വിശ്വസിച്ചിട്ട് ഒന്നും നമ്മൾ കുതിർത്താനൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ നല്ല മുള വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മുളയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടാണ് ഇനി നമ്മൾ പിന്നെ ഉണക്കാനിടുന്നത്. ഇത് ഈ മുള വന്ന് ഉണങ്ങാനും കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഓർഡർ കിട്ടിയതിൻ്റെ പിന്നെ കുറച്ച് വീഡിയോ ഞാൻ ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. എനിക്ക് പിന്നെ ഇത് വീഡിയോ കിട്ടിയതിൻ്റെ ശേഷം എനിക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. എൻ്റെ പതുക്കെ എൻ്റെ വീഡിയോകൾ വരാം കേട്ടോ. ഞാൻ ഒരുമിച്ചിട്ടുണ്ടാകും വിചാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് മുള വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് മുള. ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണങ്ങി കിട്ടാൻ കുറച്ച് പണി എന്താ വെച്ചാൽ നമ്മളിത് മുളച്ചത് ഉണങ്ങാൻ കുറച്ച് പണിയാണ്. അപ്പോൾ കുറച്ച് ദിവസം 2 ദിവസം ഇങ്ങനെ കടന്നാലുള്ളൂ നന്നായിട്ട് ഉണങ്ങി വരുള്ളൂ. ഞാൻ ഇതേപോലെ ഉണക്കാട്ടതാണ് കേട്ടോ. ഇത് 2 ദിവസമായിട്ട് കണ്ടോ അങ്ങനെ അതിൻ്റെ പിന്നെ മുളച്ച മുള ഉണ്ടല്ലോ, ഉണങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടൂല. ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ഓർഡർ ഉള്ളത്. കുറച്ച് മുളകും പൊടി വന്നിട്ടുണ്ട്. ഇത് പിരിയ മുളകാണ്. പിന്നെ നമ്മൾ സാധാ മുളക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ വാങ്ങിച്ചിട്ടുണ്ട്, മല്ലി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിപ്പിച്ചിട്ട് കഴുകി ഉണക്കുമ്പോൾ അതിന് ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും പിന്നെ വൃത്തിയിൽ നമ്മളിതൊക്കെ ചെയ്യണത്. പിന്നെ ഇത് രാഗി നമ്മൾ നേരത്തെ കാണിച്ച രാഗി ഉണക്കി പിന്നെ മുളപ്പിച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ പൊടിപ്പിച്ചെടുത്തതാണത്. പിന്നെ അത് പുട്ടിൻ്റെ പൊടിയാണ്, ബ്രൗൺ റൈസിൻ്റെ പുട്ടും പൊടി പിന്നെ ഓർഡർ ഉണ്ട്. പിന്നെ നമ്മൾ പത്തിരിപ്പൊടിയല്ല, ഞങ്ങളിവിടെ കലക്കി ചുട്ടപ്പത്തിൻ്റെ പൊടി എന്ന് പറയും. നമുക്ക് നൂൽപുട്ട്, പാലപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുക. പിന്നെ പുട്ടുണ്ടാക്കുക, അതൊക്കെ ഉണ്ടാക്കുക. പിന്നെ ന്യൂട്രി ദോശൻ്റെ ഓർഡർ ഉണ്ട്. അങ്ങനെ കുറച്ച് സാധനത്തിൻ്റെ ഓർഡർ ഉണ്ട്. ഇനി കുറച്ച് അധികം ഓർഡർ ഉള്ളതുണ്ട് കേട്ടോ. അതിന് വീഡിയോ പിന്നെ അടുത്തിട്ടുണ്ട്. നമുക്ക് സന്തോഷമല്ലേ ഇതിൻ്റെ ഓർഡർ കിട്ടുമ്പോൾ. ഇത് സ്റ്റീൽ കട്ടിൻ്റെ ഓട്സാണ് കേട്ടോ. അതും ഞാൻ ചെയ്യുന്നുണ്ട്. സ്റ്റീൽ കട്ട് ഓട്സ് ഒരുപാട് ആൾക്കാർ പിന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അച്ചാറുണ്ട്, മല്ലിച്ചപ്പ്, പുതിന അച്ചാർ, പിന്നെ നെല്ലിക്ക, കുറേശ്ശെ ഒരു 150 ഗ്രാമിൻ്റെ അച്ചാർ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഓർഡർ ഉള്ളത് കൊടുക്കാൻ കേട്ടോ. അത് ചമ്മന്തിപ്പൊടി ഉണ്ട്, നെല്ലിക്കും പിന്നെ നാരങ്ങയും ഈത്തപ്പഴം ഇട്ടതുണ്ട്, പിന്നെ കൈപ്പക്കച്ചാറുണ്ട്, പിന്നെ അങ്ങനെ ഇത് കൈപ്പക്കച്ചാറുണ്ട്. അങ്ങനെ ഒരു 5-6 ഐറ്റംസ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അത് നമ്മൾ കറിവേപ്പിലിൻ്റെ ചമ്മന്തി കേട്ടോ, അത് കൈപ്പക്കൻ്റെ അച്ചാർ. പിന്നെ ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. അധികം സ്റ്റോക്കൊന്നുമില്ല, അടിപൊളി അച്ചാറുകളാണ്. പിന്നെ മല്ലി മുളകൊക്കെ നമ്മൾ വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ എല്ലാവരും നിങ്ങളെ റിലേറ്റീവിനോടൊക്കെ പറഞ്ഞ് വാങ്ങിക്കുക. പിന്നെ ഇത് മുരിങ്ങൻ്റെ പൊടി കേട്ടോ, മുരിങ്ങ പൊടിച്ച പൊടിയാണ്. അതും നമ്മളടുത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ പൊടികളൊക്കെ ഇതൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്പർ കൊടുക്കാതെ കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കുക.